താന്റെ വിലയേറിയ നാമത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായമാണ് നമുക്കിനി ധ്യാനിക്കേണ്ടത്. റെവലേഷൻ ചാപ്റ്റർ 9. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇൻട്രഡക്ഷൻ എന്ന വണ്ണം 8-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം ശ്രദ്ധിച്ചു. അനന്തരം ഒരു കഴുക് ഇനി കാഹളമൂതുവാനുള്ള 3 ദൂതന്മാരുടെ കാഹളനാദം ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്തു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ദൈവസഭ മാറ്റപ്പെട്ട ശേഷം ഈ ഭൂമിയിൽ നടക്കുന്ന ഭീകരമായ പീഡന കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചിന്തിച്ചു, യെശയ്യാവ് 28-ന്റെ 22-23 വാക്യങ്ങളിൽ ദൈവം സർവ്വഭൂമിയിലും വരുത്തുവാനിരിക്കുന്ന സംഹാരം അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധ വെച്ച് കേൾപ്പാനായിട്ട് ദൈവം ആവശ്യപ്പെട്ടു. ആ വിധത്തിൽ വെളിപാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഈ വിഷയങ്ങൾ നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിച്ചു, 3 വിധമായ സീരീസ് ഓഫ് ജഡ്ജ്മെന്റ്സ് സഭ മാറ്റപ്പെട്ട ശേഷം നടക്കുമെന്ന് വെളിപ്പാട് പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യമായി കുഞ്ഞാട് 7 മുദ്രകൾ പൊട്ടിക്കുമ്പോഴുള്ള ന്യായവിധി. 7-ാമത്തെ മുദ്ര പൊട്ടിക്കുമ്പോൾ 7 കാഹളം ഊതുവാൻ 7 ദൂതന്മാർ ഒരുങ്ങി നിൽക്കുന്നതായിട്ട് കണ്ടു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന പോലെ 4 ദൂതന്മാർ ഊതിയപ്പോൾ വരെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വായിച്ചു പഠിച്ചു. 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തില് 4-ാമത്തെ ദൂതൻ ഊതി. ഇപ്പൊ 4 ദൂതന്മാർ വരെ ഊതിയത് നമ്മൾ വായിച്ചു. ഇനിയും 3 ദൂതന്മാർ കൂടെ ഊതാനായിട്ടുണ്ട്. എന്നാൽ ആ 3 ദൂതന്മാർ ഊതുന്നതിന് മുമ്പ് അത് ഹേതുവായി ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടമെന്ന് ഉറക്കെ വിളിച്ചു പറയുമ്പോൾ ഇനി വരാനുള്ള 3 കാഹളങ്ങളുടെ ന്യായവിധിയുടെ ഭയങ്കരമായ ദുരന്തം അല്ലെങ്കിൽ വിപത്ത് മനുഷ്യനെ വിളിച്ചു പറയുകയാണ്. 5-ാമത്തെ ദൂതൻ ഊതുന്നത് നമുക്ക് ആദ്യമായി ധ്യാനിക്കാം. 9-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 11 വാക്യത്തിൽ 5-ാമത്തെ ദൂതൻ ഊതുന്ന കാര്യം വായിക്കാം. നമുക്ക് ആ ഭാഗം ഒന്ന് വായിച്ചിട്ട് ആ ഭാഗത്തിലേക്ക് കടക്കാം. 5-ാമത്തെ ദൂതൻ ഊതി, അപ്പോൾ ഒരു നക്ഷത്രം ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് ഞാൻ കണ്ടു. അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അവൻ അഗാധകൂപം തുറന്നു. ഉടനെ പെരുഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. കൂപത്തിന്റെ പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിൽ പുറപ്പെട്ടു. അതിന് ഭൂമിയിലെ തേളിനുള്ള ശക്തി ലഭിച്ചു. നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിലെ പുല്ലിനും പച്ചയായ യാതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേടുവരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. അവരെ കൊല്ലുവാനല്ല, 5 മാസം ദണ്ഡിപ്പിക്കാൻ അത്രേ അതിന് അധികാരം ലഭിച്ചത്. അവരുടെ വേദന തേൾ മനുഷ്യനെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. ആ കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും. മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. തലയിൽ പൊൻകിരീടം ഉള്ളതുപോലെയും മുഖം മനുഷ്യമുഖം പോലെയുമായിരുന്നു. സ്ത്രീകളുടെ മുടി പോലെ അതിന് മുടിയുണ്ട്. പല്ല് സിംഹത്തിന്റെ പല്ല് പോലെയായിരുന്നു. ഇരുമ്പ് കവചം പോലെ കവചമുണ്ട്. ചിറകിന്റെ ഒച്ച പടയ്ക്കോടുന്ന അനേകം കുതിരകളുടെ ഒച്ച പോലെയായിരുന്നു. തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളുമുണ്ട്. മനുഷ്യരെ 5 മാസം ഉപദ്രവിപ്പാൻ അതിന് ശക്തി വാലിലായിരുന്നു. അഗാധദൂതൻ അതിന് രാജാവായിരുന്നു. അവൻ എബ്രായ ഭാഷയിൽ അബദോൻ എന്നും യവന ഭാഷയിൽ അപ്പല്ലുവോൻ എന്നും പേർ. നമ്മൾ ഇതിന്റെ പ്രാരംഭമായൊരു പഠനം നമ്മൾ നടത്തിയതാണ്. അതായത് 5-ാമത്തെ ദൂതൻ ഊതിയപ്പോൾ ഒരു നക്ഷത്രം, ആ നക്ഷത്രം ദൂതനാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു. ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണ് കിടക്കുന്നത് കണ്ടു. അവന് അഗാധകൂപത്തിന്റെ താക്കോൽ ലഭിച്ചു. അബീസ്, ബോട്ടംലെസ് പിറ്റ്, പാതാളം അല്ലെങ്കിൽ നരകത്തിന്റെ വിവിധമായ ഘട്ടങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ സ്ഥാനങ്ങളെക്കുറിച്ച് നമ്മളൊന്ന് ഓടിച്ച് ചിന്തിക്കുകയുണ്ടായി. അഗാധകൂപം, അബീസ് അല്ലെങ്കിൽ ബോട്ടംലെസ് പിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന സ്ഥലം 1000 ആണ്ട് വാഴ്ചയിൽ പൈശാചികനെ, പിശാചിനെ പൂട്ടിയിടുന്ന സ്ഥലമാണെന്ന് വെളിപാട് പുസ്തകം 20-ന്റെ ആദ്യത്തെ 3 വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഗദരദേശത്തിലെ ഭൂതഗ്രസ്തനെ സൗഖ്യമാക്കിയപ്പോൾ അവിടെ അവനിൽ നിന്ന് പുറപ്പെട്ട ഭൂതങ്ങൾ ലൂക്കോസ് 8-ന്റെ 26 തൊട്ടുള്ള വാക്യത്തിൽ സമയത്തിനു മുമ്പേ ഞങ്ങളെ പാതാളത്തിലേക്ക് പോകാൻ കൽപ്പിക്കരുതെന്ന് അവനോട് അപേക്ഷിച്ചത് അബീസിലേക്ക് പോകുവാൻ, ബോട്ടംലെസ് പിറ്റിലേക്ക്, ഈ സ്ഥലത്തിലേക്ക് പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുത് എന്ന് പറഞ്ഞു. 2-മതൊരു സ്ഥാനം നമ്മൾ ചിന്തിച്ചു, ടാർട്ടറോസ് അല്ലെങ്കിൽ അന്ധകാരത്തിന്റെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്ന ദൂതന്മാർ. യൂദായുടെ ലേഖനം 6 വാക്യം 2 പത്രോസ് 2-ന്റെ 4-ാം വാക്യത്തില് ഒരു കൂട്ടം ദൂതന്മാരെ അന്ധകാരത്തിന്റെ തമസിൽ ബന്ധിച്ചിരിക്കുന്നതായിട്ട് നാം വായിച്ചു. അതിന് പറഞ്ഞിരിക്കുന്ന പേര് ടാർട്ടറോസ്.
അതായത് വീണുപോയ ദൂതന്മാർ, പൈശാചികൻ ആകാശമണ്ഡലത്തിലെ പ്രഭുവായിട്ട് അവൻ ഊടാടി സഞ്ചരിക്കുമ്പോൾ ഒരു കൂട്ടം ആളുകളെ ബന്ധിച്ചിരിക്കുകയാണ്. അവരെക്കുറിച്ച് നമ്മൾ ഓർത്തു. നെഫിലിം ജനിപ്പാനിടയായി തീർന്ന ഉൽപ്പത്തി 6 സ്ത്രീകളോട് ബന്ധപ്പെട്ട ദൂതന്മാരായിരിക്കും ഇവരെന്ന് ഏറിയ പങ്ക് വേദപണ്ഡിതന്മാരും വിശ്വസിക്കുന്നു. മൂന്നാമത്തെ സ്ഥലം രക്ഷിക്കപ്പെടാതെ മരിച്ചുപോയ പാപികളുടെ ആത്മാക്കളെ സൂക്ഷിക്കുന്ന യാതനാസ്ഥലം. ലൂക്കോസിന്റെ സുവിശേഷം 16:21-24 ഹഡീസോ, പാതാളം. നമ്മളവിടെ വായിക്കുന്നു, ധനവാൻ പാതാളത്തിൽ യാതന അനുഭവിക്കുമ്പോൾ. നാലാമത് കാണുന്നുണ്ട്, വെള്ളസിംഹാസന ന്യായവിധിക്ക് ശേഷം മനുഷ്യനെയും അതുപോലെ തന്നെ ഈ പൈശാചികനെ എല്ലാം തള്ളിക്കളയുന്ന ഒരു ഇടമുണ്ട്, നിത്യാഗ്നി, ഗഹന്ന എന്ന തീപ്പൊയ്ക, അവിടേക്ക് തള്ളിക്കളയുന്നു. നരകത്തിന് പല ഇടങ്ങളും ഉണ്ടെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. അതിൽ ഇപ്പോൾ ഇവിടെ തുറക്കപ്പെടുന്നത് അഗാധകൂപമാണ്. സാത്താനെ 1000 ആണ്ട് വാഴ്ചയിൽ പൂട്ടിയിടുന്ന സ്ഥലമാണ് അഗാധകൂപം. എന്നാൽ ഇവിടെ നോക്കുക, അത് തുറന്ന ഉടനെ പെരിഞ്ചൂളയിലെ പുക പോലെ കൂപത്തിൽ നിന്ന് പുക പൊങ്ങി. പെരിഞ്ചൂളയിലെ പുക പോലെ. ഒരു ചൂളയിലെ പുക വളരെ അസഹനീയമായ പുകയാണ്, അതികഠിനമായ പുകയാണ്. ആ പുക പോലെ അവിടെ നിന്ന് പൊങ്ങുമ്പോൾ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്, ഈ അഗാധകൂപത്തിന്റെ സ്ഥിതി എങ്ങനെയാണെന്ന് യേശുക്രിസ്തു പറഞ്ഞ വാക്കുകൾ തന്നെ നമ്മളെ ഓർപ്പിക്കുന്നു. അവിടുത്തെ പുഴു ചാകുന്നില്ല, തീ കെടുന്നില്ല. തീ കത്തുന്നത് കൊണ്ടാണ് അവിടെ പുക അവിടെ നിന്ന് പൊങ്ങുന്നത്. എന്നാൽ ഈ പുകയിൽ നിന്ന് ഒരു വെട്ടുക്കിളിയുടെ രൂപത്തിലുള്ള ഒരു ജീവി, നമ്മളിവിടെ വായിക്കുന്നുണ്ട്, പുകയിൽ നിന്ന് വെട്ടുക്കിളി ഭൂമിയിലേക്ക് പുറപ്പെട്ടു. ഈ വെട്ടുക്കിളി സാധാരണ വെട്ടുക്കിളിയല്ല. ഈ വെട്ടുക്കിളിയുടെ രൂപം യോഹന്നാൻ കണ്ടിട്ട് ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട്. ഇത് പാതാളത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന ഏതോ ഒരു വിധമായ ജീവിയാണ്. എന്നാൽ ഇവയെക്കുറിച്ചാണ് യോവേലിലും പരാമർശിച്ചിരിക്കുന്നതെന്ന് ദൈവദാസന്മാർ ചൂണ്ടിക്കാണിക്കുന്നു. നമുക്ക് ആ 2 ഭാഗങ്ങളൊന്ന് കമ്പയർ ചെയ്ത് ഒന്ന് നോക്കാം. ഈ ഭാഗവും യോവേൽ പ്രവചനം 2-ാം അധ്യായം കൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഈ 2 ഭാഗവും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് വായിച്ചു നോക്കാം. അപ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. യോവേൽ പ്രവചനം 2-ാം അധ്യായം, ആ ഭാഗം നമുക്ക് എടുത്തു വെക്കാം. അതിൻ്റെ ആദ്യത്തെ 11 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സംഭവമാണ് ഈ വെളിപ്പാട് ദിവസം 9 ആദ്യത്തെ 11 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ ദാസന്മാർ വിശ്വസിക്കുന്നു. നമുക്കത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത് കാണുവാനായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്നാമത്, യോവേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയം പീഡന കാലഘട്ടത്തിൽ സംഭവിക്കുന്നതാണ്. 1-ാം വാക്യം നോക്കി, സിയോനിൽ കാഹളമൂതുവിൻ, എന്റെ വിശുദ്ധ പർവ്വതത്തിൽ അയ്യം വിളിപ്പിൻ, യഹോവയുടെ ദിവസം വരുന്നത് കൊണ്ട് അത് അടുത്തിരിക്കുന്നുണ്ട്, ദേശത്തിലെ സകല നിവാസികളും നടുങ്ങുവീൻ. 11-ാം വാക്യം അതിന്റെ അവസാനം, യഹോവയുടെ ദിവസം വലുതും അതിഭയങ്കരവുമായി വരുന്നു, അത് സഹിക്കാവുന്നവൻ ആ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 11 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി യഹോവയുടെ ദിവസത്തിൽ സംഭവിക്കുന്നതാണ്. നമ്മൾ പ്രാരംഭ പഠനത്തിൽ ഓർത്തു, ഈ ഭാഗത്തുള്ള ബന്ധത്തിൽ ദ ഡേ ഓഫ് ദ ലോർഡ് എന്ന് പറയുന്നത് സഭ മാറ്റപ്പെട്ട ശേഷം ചരിത്രത്തിൽ ദൈവം ഇടപെട്ട് ന്യായവിധി നടത്തുന്ന ഒരു കാലയളവിനെ അത് സൂചിപ്പിക്കുന്നു എന്നുള്ളത് പ്രവാചകന്മാരുടെ വാക്കുകളിലൂടെ നമ്മൾ യോവേൽ 2-ന്റെ 2-ാം വാക്യം, ഇരുട്ടും അന്ധകാരമുള്ള ഒരു ദിവസം, മേഘവും കൂരിരുട്ടുമുള്ള ഒരു ദിവസം തന്നെ, പർവ്വതങ്ങളിൽ പരന്നിരിക്കുന്ന പ്രഭാതം പോലെയും പെരുപ്പമുള്ള ബലമുള്ള ഒരു ജാതി അങ്ങനെ പണ്ടുണ്ടായിട്ടില്ല, ഇനിമേൽ തലമുറ തലമുറയുള്ള ആണ്ടുകളോടും ഉണ്ടാകുകയുമില്ല. 10-ാം വാക്യത്തില്, അവരുടെ മുമ്പിൽ ഭൂമി കുലുങ്ങുന്നു, ആകാശം നടുങ്ങുന്നു, സൂര്യനും ചന്ദ്രനും ഇരുണ്ടു പോകുന്നു, നക്ഷത്രങ്ങൾ പ്രകാശം നൽകാതിരിക്കുന്നു. നമ്മൾ വെളിപ്പാട് ദിവസം 9:2 പുകയുടെ, പെരിഞ്ചൂളയിലെ പുകയുടെ കൂപത്താൽ പുക പൊങ്ങി, കൂപത്തിന് പുകയാൽ സൂര്യനും ആകാശവും ഇരുണ്ടുപോയി. യോവേൽ 2-ലും ഈ വേളപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ 2-ഉം കമ്പയർ ചെയ്താൽ സൂര്യനും ആകാശമണ്ഡലങ്ങളും ഇരുണ്ടു പോകുന്നതായിട്ട് നമ്മൾ വായിക്കുന്നു. രണ്ടാമത്, വെളിപാട് ദിവസം 9:7-9 വരെയുള്ള വർണ്ണനയൊന്ന് വായിക്കാം. ഈ വെട്ടുക്കിളികളുടെ രൂപത്തെ വർണ്ണിച്ചിട്ടുണ്ട്. 9:7-9 വരെ. വെട്ടുക്കിളിയുടെ രൂപം യുദ്ധത്തിന് ചമയിച്ച കുതിരയ്ക്ക് സമം. തലയിൽ പൊൻകിരീടമുള്ളതുപോലെയും മുഖം മനുഷ്യമുഖം പോലെ കവചവുമുണ്ട്. ചിറകിന്റെ ഒച്ച പടയ്ക്കോടുന്ന അനേക കുതിരകളുടെ ഒച്ച പോലെയായിരുന്നു. നമുക്കിനി കുതിരച്ചവകരെ പോലെ ഓടുന്നു. നോക്കുക, യുദ്ധത്തിന് ചമയിച്ച കുതിരയെ പോലെയാണെന്ന് വെളിപ്പാട് പുസ്തകം 9:7 വാക്യത്തിൽ നമ്മൾ വായിച്ചു. ഈ യോവേൽ 2-ലും അതിന്റെ 4-ാം വാക്യത്തില് വായിച്ചിരിക്കുന്നു, അവിടെ ഒരു കുതിരകളുടെ രൂപം പോലെ അവർ കുതിരച്ചവകരെ പോലെ ഓടുന്നു. കുതിരയുടെ രൂപം പോലെയാണ് ഈ 2 ഭാഗത്തും പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ്. വെളിപാട് 9:9
ഇരുമ്പ് കവചം പോലെ കവചവും ചിറകിന്റെ ഒച്ച പടയ്ക്കോടുന്ന അനേകം കുതിരകളുടെ ഒച്ച പോലെയായിരുന്നു. യോവേൽ 2:5 വാക്യം നോക്കിയേ. 5 വാക്യം, അവർ പർവ്വതശിഖരങ്ങളിൽ രഥങ്ങളുടെ മുഴക്കം പോലെ കുതിച്ചു ചാടുന്നു. അഗ്നിജ്വാല താലടിയെ ദഹിപ്പിക്കുന്ന ശബ്ദം പോലെയും പടയ്ക്ക് നിരന്നു നിൽക്കുന്ന ശക്തിയുള്ള പടജ്ജനം പോലെയും തന്നെ. കുതിരകൾ ഓടുന്ന പോലെ, പടക്കുതിര ഓടുന്ന പോലെയുള്ള ശബ്ദം 2 ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. വീണ്ടും വെളിപാട് 9:5 വാക്യം നോക്കിയാൽ അവരെ കൊല്ലുവാനല്ല 5 മാസം ദണ്ഡിപ്പിപ്പാൻ അത്രേ അതിന് അധികാരം ലഭിച്ചത്. 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നോക്കി. 2-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, അവരുടെ മുമ്പിൽ ജാതികൾ നെടുകുന്നു, സകല മുഖവും വിളറിപ്പോകുന്നു, അവർ വീരന്മാരെ പോലെ ഓടുന്നു. സകല മുഖവും വിളറി താളടിയാകുന്ന ഒരു സന്ദർഭം. അവസാനമായി വെളിപാട് 9:6-ാം വാക്യത്തില്, അക്കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, കാണുകയില്ലതാനും മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ട് ഓടിപ്പോകും. യോവേൽ 2:11 നോക്കിക്കാട്ടെ. അവിടെ വായിക്കുന്നു അതിന്റെ അവസാനം, യഹോവയുടെ ദിവസം വലുതും ഭയങ്കരമായി വരുന്നു, അത് സഹിക്കാവുന്നവനാർ, അത് സഹിക്കുവാൻ കഴിയാത്ത വേദനയായിരിക്കും. ഈ 2 ഭാഗത്തും പറയുന്നത് ഒന്നു തന്നെയാണെന്ന് പണ്ഡിതന്മാരിൽ ഏറിയ പങ്കും അഭിപ്രായപ്പെടുന്നു. നമ്മൾ ഈ ഭാഗം 2 കമ്പയർ ചെയ്ത് നോക്കിയാലും അതങ്ങനെ തന്നെയാണ്. മാത്രമല്ല, ഇവിടെ പറഞ്ഞിരിക്കുന്ന കുതിരകള് സാധാരണ കുതിരകളല്ല യോവേലിൽ പറഞ്ഞിരിക്കുന്നു. നമ്മൾ താഴോട്ട് വായിച്ചാൽ, 8 തൊട്ട് വായിച്ചാൽ, അവർ തമ്മിൽ തിക്കാതെ താന്താന്റെ പാതയിൽ നേരെ നടക്കുന്നു, അവർ മുറിവേൽക്കാതെ ആയുധങ്ങളുടെ ഇടയിൽ കൂടെ ചാടുന്നു, അവർ പട്ടണത്തിൽ ചാടിക്കിടക്കുന്നു, മതിലിന്മേൽ ഓടുന്നു, വീടുകളിന്മേൽ കയറുന്നു, കളനെ പോലെ കിളിവാതിൽ കൂടെ കടക്കുന്നു, അവരുടെ മുമ്പിൽ ഭൂമി കുലുങ്ങുന്നു, ആകാശം നടുങ്ങുന്നു. വീടുകൾ അടച്ചിട്ടാലും കിളിവാതിലൂടെ അകത്ത് കയറുന്നു, യുദ്ധം നടക്കുന്നതിന്റെ മധ്യത്തിൽ കൂടെ ഇവ സഞ്ചരിക്കുന്നു. അപ്പോൾ ഇവയൊരു പ്രത്യേക വിധമായ ജീവിയാണ്. നമ്മള് പ്രത്യേക ഇനം ഒരു ജീവിയാണ്. അത് ലോകം കണ്ടിട്ടില്ല. നമ്മൾ നേരത്തെ വായിച്ച പോലെ ഇനിമേൽ അത് കാണുകയുമില്ല, സംഭവിക്കുകയുമില്ല എന്നുള്ള ഒരു പ്രത്യേക വിധമായ ഒരു വെട്ടുക്കിളിയുടെ രൂപത്തിലുള്ള ഒരു പ്രത്യേക ജീവിയാണെന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കും. ഇതിന്റെ ഭയങ്കരമായ മിസറി, അതായത് ഒരു വെട്ടുക്കിളിയുടെ സ്പാൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ ജീവിത ചക്രം ഏകദേശം 5 മാസമാണ്. ഇവിടെയും ഇത് 5 മാസം മനുഷ്യനെ, 10-ാം വാക്യത്തിലുണ്ടല്ലോ, മനുഷ്യനെ 5 മാസം ഉപദ്രവിക്കുകയാണ്. അവരെ കൊല്ലുകയല്ല, ഉപദ്രവിക്കുകയാണ്. അതിന്റെ വേദന തേൾ കുത്തും പോലെയുള്ള വേദന പോലെയാണ്. ഏറ്റവും വലിയ വേദന തേൾ കുത്തുമ്പോഴാണെന്ന് പറയുന്നുണ്ട്. ഭയങ്കര വേദനയാണ് തേൾ കുത്തും. തേൾ കുത്തിയിട്ടുള്ളവർക്കറിയാം, വലിയ കട്ടുകിഴപ്പും വലിയ വേദനയും പുളയുകയും ഒക്കെ ചെയ്യും മനുഷ്യൻ കിടന്ന്. വളരെ വിഷമുള്ള തേളുകള് മരുഭൂമികളിലുണ്ട്. അവയുടെ കുത്തേറ്റാൽ വളരെ ബുദ്ധിമുട്ടാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, മനുഷ്യനെ കൊല്ലുകയല്ല, ഇവ മനുഷ്യനെ കുത്തിയിട്ട് 5 മാസം മനുഷ്യൻ വേദന കൊണ്ട് പുളയുകയാണ്. 1 ദിവസമോ 2 ദിവസമോ ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒക്കെ ആണെങ്കിൽ മനുഷ്യൻ ഒരുപക്ഷെ സഹിച്ചതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ശ്രമിക്കും. 5 മാസം കണ്ടിന്യൂസ് മനുഷ്യനെ ടോർമെന്റ് ചെയ്യുകയാണ്. ഈ ടോർമെന്റിങ്ങിന്റെ ഭീകരത നിമിത്തം മനുഷ്യൻ മരിച്ചാൽ മതി എന്ന് കൊതിക്കുകയാണ്. മരിച്ചിരുന്നെങ്കിൽ അവന്റെ മിസറി ആ വിധത്തിൽ അതോടുകൂടെ അവസാനിച്ചനെ. എന്നാൽ അവനെ കൊല്ലുവാനല്ല, അവരെ ദണ്ഡിപ്പിക്കാൻ അധികാരം കിട്ടി. മനുഷ്യനെ ദണ്ഡിപ്പിക്കുന്ന ഒരു കാലം. 5-ാം വാക്യത്തില് നമ്മൾ വായിക്കുന്ന വാക്യം നോക്കി, അവരെ കൊല്ലുവാനല്ല 5 മാസം ദണ്ഡിപ്പിക്കുകയാണ്. അതിന് അധികാരം ലഭിച്ചു. അവരുടെ വേദന മനുഷ്യരെ കുത്തുമ്പോഴുള്ള വേദന പോലെ തന്നെ. ആ കാലത്ത് മനുഷ്യൻ മരണം അന്വേഷിക്കും, കാണുകയില്ല താനും മരിപ്പാൻ കൊതിക്കും, മരണം അവരെ വിട്ടുപോകും. മരിക്കുവാൻ ആഗ്രഹിച്ചിട്ട് മരിക്കാൻ കഴിയാത്ത മിസറി, അത്ര ഭയങ്കരമായ വേദനയുടെ ഒരു ഭാഗം. യെരമ്യാവ് 8:3 യെരമ്യാ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തില് ഈ വിധത്തിൽ മരിക്കുവാൻ കൊതിച്ചിട്ട് മരിക്കുവാൻ കഴിയാത്തതിന്റെ മിശ്രിയെക്കുറിച്ച്, അതിന്റെ വൈഷമ്യത്തെക്കുറിച്ച് അവിടെ ഓർപ്പിക്കുന്നുണ്ട്. യെരമ്യാ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തില്, ഈ ദുഷ്ടവംശങ്ങളിൽ ശേഷിച്ചിരിക്കുന്ന ശേഷിപ്പൊക്കെയും ഞാൻ അവരെ നീക്കിക്കളഞ്ഞിരിക്കുന്ന സകല സ്ഥലങ്ങളും ശേഷിച്ചിരിക്കുന്നത് തന്നെ ജീവനെയല്ല മരണത്തെ തെരഞ്ഞെടുക്കുമെന്ന് സൈന്യങ്ങളെ യഹോവയുടെ അരുളപ്പാട്. ജീവിക്കുവാൻ മനുഷ്യൻ സകല പ്രയത്നങ്ങളും ചെയ്യുമ്പോൾ, ഈ പീഡനകാലത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ മരിച്ചാൽ മതി എന്ന് കൊതിക്കും. അത് തന്നെ ഇയ്യോബിന്റെ പുസ്തകം 3:20-21 വാക്യത്തിലുണ്ട്. മരിക്കുവാൻ ആഗ്രഹിച്ചിട്ട് മരിക്കുവാൻ കഴിയാത്ത അവസ്ഥ. യേശുക്രിസ്തു മത്തായി 24:21 നമ്മെ ഓർപ്പിച്ചു, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടം അന്നുണ്ടാകും. വലിയ കഷ്ടം, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത വലിയ കഷ്ടം. ഈ കഷ്ടമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്.
പാതാളത്തിൽ നിന്ന് ഈ ജീവികൾ വന്ന് മനുഷ്യനെ ഉപദ്രവിക്കുന്നതിന് മുമ്പ് തന്നെ ഭൂവാസികൾക്ക് കഷ്ടം കഷ്ടം കഷ്ടമെന്ന് വിളിച്ചു പറയുമ്പോൾ മനുഷ്യൻ ദണ്ഡനം മൂലം അനുഭവിക്കുന്ന വേദനയുടെ അഗാധത മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ 11-ാം വാക്യത്തിൽ വരുമ്പോൾ അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു എന്ന് വായിക്കുന്നു. അഗാധ ദൂതൻ അതിന് രാജാവായിരുന്നു. നമ്മൾ അത് വായിക്കുമ്പോൾ ഇതൊരു വെട്ടുക്കിളി അല്ല എന്നുള്ളത് ചിന്തിപ്പാനായിട്ട് ന്യായമുണ്ട്. സദൃശ്യവാക്യം 30:27 ഇങ്ങനെ വായിക്കുന്നുണ്ട്: വെട്ടുക്കിളിക്ക് രാജാവില്ല എങ്കിലും അതൊക്കെയും അണിയണിയായി പുറപ്പെടുന്നു. വെട്ടുക്കിളികൾക്ക് രാജാവില്ല. എന്നാൽ ഇവിടെ വായിക്കുന്നു അഗാധ ദൂതൻ അതിന് രാജാവാണ്. അപ്പോൾ ഇത് സാധാരണ വെട്ടുക്കിളി അല്ല. പൈശാചികൻ നയിക്കുന്ന അതിൻ്റെ തലവൻ രാജാവെന്ന് പറഞ്ഞാൽ ഡിസ്ട്രോയർ. സാത്താനം കൊടുത്തിരിക്കുന്ന ഒരു പേരാണല്ലോ ഡിസ്ട്രോയർ. നാശം വിതയ്ക്കുന്നവൻ, നശിപ്പിക്കുന്നവൻ. നാശം എന്നർത്ഥമുള്ള നാശകാരി എന്ന ആശയം വരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ചിന്തിച്ചു നോക്കുക. മനുഷ്യൻ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഓർത്ത പോലെ എല്ലാ പച്ചപ്പുല്ലും വെന്തുപോയി. സമുദ്രത്തിലുള്ളത് അത് 1/3 രക്തമായി മാറി. സമുദ്രജീവികളിൽ 1/3 ചത്തുപോയി. കുടിക്കുന്ന വെള്ളങ്ങൾ 1/3 മലിനപ്പെട്ടിട്ട് കുടിക്കുന്നവരൊക്കെ മരിച്ചു പോവുകയാണ്. ഈ വിധത്തിൽ മനുഷ്യൻ ഭയന്ന് ഭീകരത അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പാതാളത്തിൽ നിന്ന് ഈ ജീവികൾ കൂടെ വന്ന് 5 മാസം അവനെ ദണ്ഡിപ്പിച്ചുകൊണ്ട് ഭയങ്കരമായ വേദനയിലേക്ക് അവനെ നയിക്കുമ്പോൾ അവർ മരണം കൊതിക്കും, മരണം അവരെ വിട്ടുപോകുമെന്നുള്ള വാക്ക് ആക്ഷരികമായി അനുവർത്ഥമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ചിന്തിപ്പാൻ സാധിക്കും. ആ കാലത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ സ്ഥിതി എത്രയോ ഭയങ്കരമാണെന്നുള്ളത് ന്യായമായി ഊഹിക്കുവാനും ചിന്തിപ്പാനും കഴിയും. ഇനി 2ാമത്തെ കഷ്ടം, അതായത് 6ാമത്തെ ദൂതൻ ഊതുന്നത് 13 തൊട്ടുള്ള വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. 13 തൊട്ടുള്ള വാക്യം നോക്കുക. ഇത് 6ാമത്തെ ദൂതനാണ്. 6ാമത്തെ ദൂതൻ ഊതി അപ്പോൾ സന്നിധിയിലെ സ്വർണ്ണപീഠത്തിന്റെ കൊമ്പുകളിൽ നിന്ന് ഒരു ശബ്ദം, കാഹളനാദമുള്ള 6ാം ദൂതനോട് യൂഫ്രട്ടോസ് എന്ന മഹാനദീ തീരത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിടുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഉടനെ മനുഷ്യരിൽ 1/3 കൊല്ലുവാൻ ഇന്ന ആണ്ട് മാസം ദിവസം നാഴികയ്ക്ക് ഒരുങ്ങിയിരിക്കുന്ന 4 ദൂതന്മാരെയും അഴിച്ചുവിട്ടു. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. ഞാൻ കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ അവയ്ക്ക് തീനിറവും രക്തനീലവും ഗന്ധകവർണ്ണവുമായ കവചമുണ്ടായിരുന്നു. കുതിരയുടെ തല സിംഹത്തിന്റെ തല പോലെയായിരുന്നു. വായിൽ നിന്ന് തീയും പുകയും ഗന്ധകവും പുറപ്പെട്ടു. വായിൽ നിന്ന് പുറപ്പെട്ട തീപുക, ഗന്ധകം എന്നീ 3 പാതയാൽ മനുഷ്യരിൽ 1/3 മരിച്ചുപോയി. കുതിരയുടെ ശക്തി വായിലും വാലിലുമായിരുന്നു. വാലോ സർപ്പത്തെ പോലെ തലയുള്ളതും ആയിരുന്നു. ഇവയാലെയും അനങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടതുമില്ല. 6ാമത്തെ ദൂതൻ ഊതുകയാണ്. അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചിന്തിച്ച പോലെ 2ാമത്തെ കഷ്ടം വരികയാണ്. ഈ ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഏതാണ്ട് 20,200 മില്യൺ സൈന്യം കിഴക്ക് നിന്ന് വരുന്ന സംഭവമാണ്. നമുക്ക് ആ വിഷയം ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ആധുനിക ലോകത്തുള്ള ബന്ധത്തിൽ വളരെ ചിന്തിപ്പാൻ കഴിയുന്ന ഒരു ഭാഗമാണ് ഈ ഭാഗം. ഇതോട് ചേർത്ത് നമുക്ക് 16-ാം അധ്യായത്തിലും ഇതിൻ്റെ സൂചന കിട്ടിയിട്ടുണ്ട്. 16-ാം അധ്യായത്തിന്റെ 12 തൊട്ടുള്ള വാക്യം വായിച്ചാൽ 6ാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടോസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴിയൊരുക്കേണ്ടതിന് അതിലെ വെള്ളം വറ്റിപ്പോയി. മഹാസർപ്പത്തിന്റെ വായിൽ നിന്നും മൃഗത്തിന്റെ വായിൽ നിന്നും തവളയെപ്പോലെ 3 അശുദ്ധാത്മാക്കൾ പുറപ്പെടുന്നത് ഞാൻ കണ്ടു. ഇവ സർവ്വഭൂതലത്തിലുള്ള രാജാക്കന്മാരെ സർവശക്തനായ ദൈവത്തിന്റെ മഹാദിവസത്തിന്റെ യുദ്ധത്തിന് കൂട്ടിച്ചേർപ്പാൻ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ട് അവരുടെ അടുക്കലേക്ക് പുറപ്പെടുന്ന ഭൂതാത്മാക്കൾ തന്നെ. ഞാൻ കള്ളനെ പോലെ വരും. തന്റെ ലജ്ജ കാണുമാറി നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. അവരെ എബ്രായ ഭാഷയിൽ അർമഗദോൻ എന്ന പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർത്തു. അർമഗദോൻ എന്ന് പറയുന്ന സ്ഥലം യെരുശലേമിന് 40 മൈല് വടക്ക് കിടക്കുന്ന ഭാഗമാണ്. യെരുശലേമിന്റെ 40 മൈല് വടക്കുള്ള ഭാഗമാണ് അർമഗദോൻ. ഈ അർമഗദോൻ എന്ന് പറയുന്ന സ്ഥലത്ത് ലോക സൈന്യങ്ങൾ കടന്നു വരികയാണ്. ഇവിടെ പ്രത്യേക നമ്മൾ 12-ാം വാക്യത്തിൽ വായിക്കുന്നു, കിഴക്കിൽ നിന്ന് വരുന്ന രാജാക്കന്മാർ. മാത്രമല്ല യൂഫ്രട്ടസ് എന്ന മഹാനദിയിൽ ഒഴുകിയാണ് അതിലെ വെള്ളം വറ്റിപ്പോവുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ വെളിപാട് ദിവസം 9-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ച വേദഭാഗത്തിൽ അവിടെ ദൂതന്മാരെ അവിടെ പൂട്ടിയിട്ടിട്ടുണ്ട്. യൂഫ്രട്ടസ് നദിയുടെ തീരത്ത് അവിടെ പൂട്ടിയിട്ടിട്ടുണ്ട്. അത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. കാരണം യൂഫ്രട്ടസ് നദി എന്ന് പറയുന്നത് കിഴക്കും പടിഞ്ഞാറുമായി, ഈസ്റ്റും വെസ്റ്റുമായി വേർതിരിച്ചിരുന്ന വലിയൊരു നദിയാണ്.
പുരാതന കാലത്ത് കിഴക്ക് നിന്നുള്ളവർക്ക് പടിഞ്ഞാറോട്ടും പടിഞ്ഞാറ് നിന്നുള്ളവർക്ക് കിഴക്കോട്ടും യാത്ര ചെയ്യുവാൻ വയ്യാതെ ബുദ്ധിമുട്ടുള്ള ഒരു വലിയ നദിയായിരുന്നു യൂഫ്രട്ടീസ് നദി. അതിന് ഏകദേശം 1800 മൈൽ നീളമുണ്ട്. 1800 മൈൽ നീളവും 1200 യാർഡോളം ചില സ്ഥലത്ത് വീതിയും 10 മുതൽ 30 അടി വരെ താഴ്ചയുമുള്ള ഒരു വലിയ നദിയാണ് യൂഫ്രട്ടീസ് നദി. നമുക്കറിയാം, ഇറാഖിന്റെ മാർവിൽ കൂടെ ഒഴുകി പോകുന്ന നദിയാണ്. എന്നാൽ ഈ നദി പഴയ പുരാതന കാലത്ത് കിഴക്ക് നിന്നുള്ളവർക്ക് യുദ്ധം ചെയ്ത് അവിടെ വരെ വരാൻ സാധിക്കുള്ളൂ. ആ യൂഫ്രട്ടീസ് കഴിഞ്ഞ് പടിഞ്ഞാറോട്ട് കയറി യുദ്ധം ചെയ്യാറില്ല. പുരാതന യുദ്ധങ്ങളെ കുറിച്ച് പഠിച്ചാൽ അവർ കിഴക്കൻ രാജാക്കന്മാർ ഈ യൂഫ്രട്ടീസിന്റെ തീരത്ത് വന്ന് നിൽക്കും. അങ്ങോട്ട് കടക്കുക എന്ന് പറഞ്ഞാൽ അസാധ്യമായ ഒരു കാര്യമായിരുന്നു പുരാതന കാലത്ത്. മാത്രമല്ല, നമ്മൾ വീണ്ടും ചരിത്രം നോക്കിയാൽ ഈ യൂഫ്രട്ടീസിന്റെ കിഴക്ക് ഭാഗത്ത് കിടക്കുന്ന ജനങ്ങൾ വളരെ അജ്ഞരും അതുപോലെ തന്നെ വിഗ്രഹാരാധനകളും ജാതീയ ആരാധനകളും മുഴുകിക്കിടന്ന ആളുകളായിരുന്നു കിഴക്ക് ഭാഗത്തോട്ടുള്ള. സംസ്കാരം തന്നെ വളരെ കുറവുള്ള രാജ്യങ്ങളായിരുന്നു. ഇന്ന് നമുക്ക് യൂഫ്രട്ടീസിന്റെ കിഴക്കുള്ള രാജ്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ ഈ ഏഷ്യൻ കൺട്രീസാണ്. വളരെ അന്ധകാരവും ദൈവത്തിൽ നിന്ന് വളരെ അകന്നു ജീവിക്കുന്ന ജനങ്ങളുള്ളപ്പോൾ ഒരു 3.5 വർഷമെങ്കിലും പീഡനകാലത്തിന്റെ അവസാനത്തിൽ യുദ്ധമല്ലാതെ ലോകമൊന്നും കാണില്ല. അതിന്റെ ഏറ്റവും വലിയ ക്ലൈമാക്സ് ആണ് ഈ കിഴക്ക് നിന്നുള്ള രാജാക്കന്മാർ അവിടെ കടന്നു വന്ന് യുദ്ധം നടത്തുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്ന പോലെ ഒരു രാജ്യമല്ല വരുന്നത്, രാജാക്കന്മാർ. ഒരു രാജ്യമല്ല, രാജ്യങ്ങളുടെ ഒരു സമൂഹമാണ്. അവരവിടെ വരുവാനായിട്ട് ഇടയാക്കി തീരുന്നത് പൈശാചികന്റെ പ്രേരണയാണ്. ഈ 16-ാം അധ്യായത്തിലും അവ പൈശാചിക ദൂതന്മാരാണ്. അവയുടെ ഇൻസ്റ്റിഗേഷൻ മൂലം ഈ ഭാഗത്ത് നിന്ന് രാജ്യങ്ങൾ ഇളകിമറിഞ്ഞ് അവസാനം യെരുശലേമിലോട്ട് വരുമ്പോൾ, ഈ യൂഫ്രട്ടീസ് നദിയുടെ ദൈവം വറ്റിച്ചു കൊടുക്കുമ്പോൾ അവർ യാത്ര ചെയ്ത് അവിടെ വരുവാനായിട്ട് അവർക്ക് വളരെ ഈസി ആയിട്ട് മാറുകയാണ്. എന്നാൽ ഇന്ന് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് ആധുനിക കാലത്തുള്ള ബന്ധത്തിൽ ശ്രദ്ധിപ്പാനും മനസ്സിലാക്കുവാനായിട്ടും കഴിയുന്ന പല കാര്യങ്ങളും ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഈ ഭാഗം യോഹന്നാൻ ബൈബിളിൽ രേഖപ്പെടുത്തുമ്പോൾ ലോക ജനസംഖ്യ 25 കോടിയേ ഉള്ളൂ. ഈ 25 കോടി ജനങ്ങളുള്ളപ്പോൾ ഇവിടെ യോഹന്നാൻ രേഖപ്പെടുത്തി വെക്കുകയാണ്, കിഴക്ക് നിന്ന് 20 കോടി വരുന്ന ഒരു സൈന്യം. ഈ ഒരു മനുഷ്യനും അത് സത്യമാണെന്ന് അന്ന് ചിന്തിപ്പാനായിട്ട് സാധിക്കുകയില്ല. 25 കോടിയുള്ള ജനസംഖ്യയുള്ള ലോകത്തിൽ 20 കോടി ജനങ്ങൾ മാർച്ച് ചെയ്ത് വരുമെന്ന് പറഞ്ഞാൽ, സൈന്യങ്ങൾ വരുമെന്ന് പറഞ്ഞാൽ, ദൈവം അവിചാരിതമായിട്ടാണോ ആ ജനസംഖ്യയൊക്കെ പറഞ്ഞത്? ദൈവം അതിന്റെ എണ്ണങ്ങൾ പോലോട് പറഞ്ഞു. 10,000 മടങ്ങ് 20,000, 9ന്റെ 16 200 മില്യൺ. എന്റെ പ്രിയപ്പെട്ട ദൈവജനത്തോട് വീണ്ടും ഓർപ്പിക്കട്ടെ, 1850 ലോക ജനസംഖ്യ 100 കോടിയായി മാറിയത് 1850. 1850 കഴിഞ്ഞിട്ട് എത്ര വർഷമായി? പിന്നീടുള്ള ജനസംഖ്യ വർധനമാണ് നാം ഓർക്കേണ്ടത്. ഭയങ്കരമായി ജനങ്ങൾ പെറ്റുവരിക, 600-നും 700-നും കോടിയായി. ചൈനയിൽ മാത്രം 130 കോടിയായി. എന്നതിനെക്കുറിച്ച് എനിക്ക് പല സ്ഥലത്തും വായിപ്പാനായിട്ടിടയായി. ഞങ്ങൾക്ക് മാത്രം 20 കോടി വരുന്ന ഒരു സൈന്യത്തെ അണിനിരത്തുവാൻ കഴിയും എന്നവർ പറഞ്ഞു. അവർ പറഞ്ഞ പദം പൗരസേന, അവരുടെ റിസർവ് പോലീസും അണിനിരത്തുവാൻ കഴിയും എന്ന് അവർ അവകാശപ്പെട്ടിട്ടുണ്ട്. നമ്മൾ ഒരു നിമിഷം ഒന്ന് ഓർത്തേ, ദൈവത്തിന്റെ വചനത്തിന്റെ നിസ്തുല്യത. ഇന്ത്യ, ചൈന, ബംഗ്ലാദേശ്, വിയറ്റ്നാം, കൊറിയ, ഇതുപോലുള്ള രാജ്യങ്ങളിലാണ് ജനസംഖ്യ വർധനവുണ്ട്. എന്നാൽ യൂറോപ്പ് ഭാഗത്തോട്ട് നോക്കിയാൽ ജനസംഖ്യ വർധനവ് കുറയുകയാണ്. ഒരു 50 വർഷം മുമ്പ് ഞാൻ ഓർപ്പിക്കാറുണ്ട്, ചൈന എന്ന് പറയുന്ന രാജ്യം എടുക്കുക, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം, ചൈന എടുത്തു നോക്കിയാൽ കറുപ്പടിച്ച് അത് മാറി വലിയ സൈനിക ശക്തിയായി. ഈ വചനങ്ങൾ നിവർത്തിക്കപ്പെടുവാൻ കിഴക്കുള്ള രാജ്യങ്ങൾ വലിയ ജനസംഖ്യ സ്ഫോടനമുണ്ടായി. ജനസംഖ്യ വളരെ വർദ്ധിച്ചു, സൈനികമായി അവർ ശക്തിപ്പെട്ടു. മാത്രമല്ല, ഇന്നവര് എക്കണോമി ആയിട്ട് സാമ്പത്തികമായിട്ട് വളരെ പുരോഗമിക്കുന്നത്, ലോകത്തിലെ ഏറ്റവും അധികം പുരോഗമിക്കുന്ന രാജ്യങ്ങൾ കിഴക്കൻ രാജ്യങ്ങൾ. ഈ അടുത്ത ദിവസം പത്രങ്ങൾ മുഴുവൻ എടുത്താൽ, ഇംഗ്ലീഷ് പേപ്പറിലൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചാൽ അറിയാം, ചൈനയും ഇന്ത്യയും ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സാമ്പത്തിക പുരോഗമനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം മറുഭാഗത്ത് അമേരിക്ക ക്ഷീണിക്കുന്നു, ആ പ്രദേശങ്ങൾ ക്ഷീണിക്കുന്നു. ഇന്ന് വരെയും ലോകത്തിലെ അമേരിക്കക്കാരൻ മുൻപന്തിയിൽ നിന്നതിന്റെ കാരണം അവന്റെ സാമ്പത്തിക ശക്തിയാണ്. ഒരു യുദ്ധം നടന്നപ്പോൾ, അതായത് ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ
ഒരു സാമ്പത്തിക ശക്തിയില്ലാത്ത ഒരു രാജ്യത്തിന് അത്രത്തോളം സൈന്യത്തെ ഒന്നും അവിടെ കൊണ്ടിറക്കാൻ സാധിക്കുകയില്ല. അത്രയും സൈന്യത്തെ ഒരു രാജ്യത്ത് നിന്ന് അത്രയും ദൂരം നിന്ന് അവിടെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ട സകല എക്വിപ്മെന്റ്സും ആയുധങ്ങളും എല്ലാ പ്രൊവിഷൻസും അവിടെ കൊണ്ട് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സാമ്പത്തിക ശക്തിയുള്ളൊരു രാഷ്ട്രത്തിനെ കഴിയുള്ളൂ. എന്നാൽ അമേരിക്ക വീക്കാവുമ്പോൾ, ഇന്ന് ഈ കിഴക്കൻ രാജ്യങ്ങൾ ശക്തിപ്പെടുമ്പോൾ ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. കിഴക്കൻ രാജ്യങ്ങളിലെ ജനസംഖ്യാ സ്ഫോടനം നടക്കുന്നു, സൈനികമായി അവർ ശക്തിപ്പെടുന്നു, സാമ്പത്തികമായി അവർ ശക്തിപ്പെടുന്നു. ഇതെല്ലാം സംഭവിക്കുന്നത് ചുരുങ്ങിയ ഏതാനും വർഷത്തിനുള്ളിൽ ഈ സംഭവങ്ങളെല്ലാം ഒരുപോലെ നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വീണ്ടും വളരെ ശ്രദ്ധിപ്പാനായിട്ടുള്ളൊരു കാര്യം, ഞാൻ പലപ്പോഴും അത് ഓർത്ത് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ചൈനയും കമ്മ്യൂണിസമാണ്, റഷ്യയിലും കമ്മ്യൂണിസമാണ്. ഇത് രണ്ടും കൂടെ ഒന്നിച്ചു നിൽക്കേണ്ട രാജ്യങ്ങളാണ്. എന്നാൽ എസെക്കിയേൽ പ്രവചനം 38-39 അധ്യായത്തിൽ എസെക്കിയേൽ 38-39 വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു, ഈ യുദ്ധം, അതായത് ഈ കിഴക്കൻ രാജ്യങ്ങൾ വരുന്നതിന് മുമ്പ് ഈ റഷ്യ അവരെ ആക്രമിക്കുമെന്നുള്ളത് എസെക്കിയേൽ 38-39 പറയുന്നു. അപ്പോൾ റഷ്യ ആക്രമിക്കുമ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തെ അടുത്തിടക്കുന്ന രാജ്യമാണ് ചൈന. ചൈന എന്തുകൊണ്ടാണ് കമ്മ്യൂണിസം ആണെങ്കിലും അവരോട് ചേരാതിരുന്നത്? കമ്മ്യൂണിസം തന്നെ അവർ വ്യാഖ്യാനിച്ചപ്പോൾ ആ വ്യാഖ്യാനത്തിന് അല്പം വ്യത്യാസം വന്നു. ഒന്ന്, കാറൽ മാർക്സിന്റെ വ്യാഖ്യാനം റഷ്യക്കാരെ സ്വീകരിച്ചപ്പോൾ അത് നക്സലിസമാണ്. അതായത് ബൂർഷകളെ കൊല്ലണം എന്നുള്ളതാണ് നക്സലിസം. എന്നാൽ മാർക്സിസം വിപ്ലവത്തിലൂടെ കമ്മ്യൂണിസം പടർത്താനാണ് അവരുടെ ആഗ്രഹം. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ എല്ലാ കാര്യത്തിനും എതിർക്കുകയും എല്ലാ കാര്യത്തിനും ഒരു വിപ്ലവം ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. ഈ കമ്മ്യൂണിസം തന്നെ രണ്ടായിട്ട് മാറ്റപ്പെട്ടു. ഇതൊന്നായിരുന്നുവെങ്കിൽ എസെക്കിയേൽ 38-39 നടക്കുന്ന യുദ്ധത്തിൽ ചൈനയും പോയി ഏർപ്പെട്ട് റഷ്യയെ സഹായിച്ചേനെ. എന്നാൽ റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ചൈന മാറി നിൽക്കുകയാണ്. എന്തുകൊണ്ട്? ദൈവം രണ്ട് കമ്മ്യൂണിസമാക്കി തീർത്തു. എന്നാൽ അവസാനത്തിൽ ലോകത്തിൽ ഇവരെ വെല്ലുവിളിക്കുവാൻ, അതായത് അന്തിക്രിസ്തുവിന്റെ സൈന്യത്തെ വെല്ലുവിളിക്കുവാൻ കടന്നു വരുന്ന രാജ്യങ്ങൾ ഈ കിഴക്കൻ രാജ്യങ്ങളാണ്. അവസാന യുദ്ധം അന്തിക്രിസ്തുവിനെ വെല്ലുവിളിക്കാൻ, റഷ്യ തകർന്ന ശേഷം പിന്നീട് അന്തിക്രിസ്തുവിനെ വെല്ലുവിളിക്കുവാൻ, അതായത് യൂറോപ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ആ വലിയ ശക്തനെ വെല്ലുവിളിപ്പാൻ ലോകത്തിൽ പിന്നെ ഉള്ള ശക്തി എന്ന് പറഞ്ഞാൽ കിഴക്ക് നിന്ന് എഴുന്നേൽക്കുന്ന രാജ്യങ്ങളേ ഉള്ളൂ. അതിൻ്റെ പ്രബലമായ പ്രകടനമാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്ന ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് അത്ഭുതകരമായ ഒരു പഠനമാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നു, യോഹന്നാൻ ഇവിടെ ഈ സൈന്യങ്ങൾ യൂഫ്രട്ടസ് നദി വറ്റിയിട്ട് സൈന്യങ്ങൾ മാർച്ച് ചെയ്തു പോവുകയാണ്. എന്നാൽ 17 തൊട്ടുള്ള വാക്യം വായിച്ചാൽ, ഞാൻ കുതിരകളെയും കുതിരപ്പുറത്തിരിക്കുന്നവരെയും ദർശനത്തിൽ കണ്ടത് എങ്ങനെയെന്നാൽ അവർക്ക് തീനിറവും രക്തനീലവും ഗന്ധകവർണ്ണവും കവചവും ഉണ്ടായിരുന്നു. കുതിരയുടെ തല സിംഹത്തിന്റെ തല പോലെ ആയിരുന്നു. കുതിരയുടെ തല സിംഹത്തിന്റെ തലയാണെന്ന് പറയുന്നില്ലേ? ഇറ്റ് വാസ് ലൈക്ക് ദ ഹെഡ് ഓഫ് എ ലയൺ. അത് സിംഹത്തിന്റെ തല പോലെ ഇരിക്കുന്നു. 2, വായിൽ നിന്ന് തീ പുറപ്പെടുന്നത്, യോഹന്നാൻ പറയുകയാണ്, വായിൽ നിന്ന് തീ പുക ഗന്ധകം പുറപ്പെട്ടു. പിന്നെ യോഹന്നാൻ പറഞ്ഞു, വായിൽ നിന്ന് പുറപ്പെട്ട തീ പുക ഗന്ധകം എന്നീ 3 ബാധയാൽ മനുഷ്യരിൽ 1/3 മരിച്ചുപോയി. കുതിരയുടെ ശക്തി വായിലും വാലിലുമായിരുന്നു. എന്തായി പറയുന്നത്? ആധുനിക വ്യാഖ്യാതാക്കളിൽ അനേകർ വിശ്വസിക്കുന്നത് യോഹന്നാൻ ഈ കാണുന്ന കാഴ്ച ഈ യുഗത്തിന്റെ അന്ത്യത്തിൽ നടക്കുന്ന യുദ്ധങ്ങളെ 20 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന യോഹന്നാനെ ആത്മാവിൽ ദൈവം കൊണ്ടുവന്ന് ഈ അർമ്മഗദോൻ യുദ്ധം കാണിച്ചു കൊടുത്തിട്ട് നീ കണ്ടതെഴുതുവാൻ പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ ആധുനിക യുദ്ധോപകരണങ്ങളെ വർണ്ണിക്കുകയാണ് എന്ന് പറയുകയാണ്. നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, യോഹന്നാൻ എങ്ങനെ എഴുതും? ഒരു പാറ്റൻ ടാങ്കിന്റെ സൈന്യം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടാങ്കുകളും മിസൈലിന്റെ വ്യൂഹങ്ങളൊക്കെ ആധുനിക ലോകത്ത് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ല, ഇതൊന്നും മനസ്സിൽ ചിന്തിച്ചിട്ടില്ല. വാളുകൊണ്ടും കുന്തം കൊണ്ടും ഒക്കെ യുദ്ധം ചെയ്യുന്ന കാലത്ത് ഈ യുദ്ധത്തെ എങ്ങനെ യോഹന്നാൻ വർണ്ണിക്കും? യോഹന്നാൻ എഴുതുകയാണ്, അവയുടെ വായിൽ നിന്ന് തീയും പുകയും ഗന്ധവും പുറപ്പെടുന്നു. അതിന്റെ തല സിംഹത്തിന്റെ തല പോലെയൊക്കെയാ. അതിന്റെ ശക്തി വായിലും വാലിലുമാണ്. ടാങ്കുകളും മിസൈലുകളും. നമ്മുടെ മനസ്സിൽ അതൊന്ന് വെച്ചുകൊണ്ട് യോഹന്നാന്റെ ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നമ്മളും എഴുതുകയാണെങ്കിൽ ഇതുപോലെ എഴുതിയേനെ. ഇന്ന് നോക്കുക,
ന്യൂക്ലിയർ പവേർഡ് മിസൈലുകളും ടാങ്കുകളും മറ്റുമുള്ള പവർഫുൾ നേഷനായി കഴിഞ്ഞു ഇന്ത്യയും ചൈനയും മറ്റും. കൊറിയ, ഇന്ത്യ, ചൈന, ഈ കിഴക്കൻ രാജ്യങ്ങൾ, പാകിസ്ഥാൻ വളരെ ശക്തി പ്രാപിച്ച് ഈ വിധത്തിൽ സൈനിക ബലമുള്ളവരായി മാറിക്കഴിഞ്ഞു. ഇവരുടെ അവസാനത്തെ മാർച്ച് യോഹന്നാൻ കാണുകയാണ്. ഇവർ മാർച്ച് ചെയ്ത് വരുമ്പോൾ തന്നെ മനുഷ്യരിൽ 1/3 അവർ കൊന്നുകളയുകയാണ്. അവരോട് തടസ്സം ചെയ്യുന്നവരെയും മറ്റും അവർ എതിർത്തുകൊണ്ട് അവരുടെ സൈന്യങ്ങൾ മിസൈലുകളും മറ്റും അയച്ച് മനുഷ്യരിൽ 1/3 കൊന്നുകളയുന്ന ഭയങ്കരമായ ചിത്രമാണ്. ഇതൊരു തെർമോന്യൂക്ലിയർ വാറാണ്. 20 നൂറ്റാണ്ടിന് മുമ്പ് ജീവിച്ചൊരു മനുഷ്യൻ അവനെതിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ അന്നത്തെ മനുഷ്യന്റെ ഡിസ്ക്രിപ്ഷനിൽ ഇറ്റ് ഈസ് ആൻ ആക്യുറേറ്റ് ഡിസ്ക്രിപ്ഷൻ. അത് ഏറ്റവും കൃത്യമായ ഒരു ഡിസ്ക്രിപ്ഷനാണ്. എന്നാൽ ഇവിടെ അത്ഭുതപ്പെടുത്തേണ്ട വിഷയം, ഇത്ര ഭീകരമായ വിപത്തുകൾ സംഭവിച്ചിട്ടും 20-ാം വാക്യം, ഈ ബാധകളിൽ മരിച്ചു പോകാതെ ശേഷം മനുഷ്യരോ ദുർഭൂതങ്ങളെയും കാണാനും കേൾപ്പാനും നടപ്പാനും വഹിയാത്ത പൊന്ന, വെള്ളി, ചെമ്പകല്ല്, മരം ഇവ കൊണ്ടുള്ള ബിംബങ്ങളെയും നമസ്കരിക്കാതെ വണ്ണം തങ്ങളുടെ കൈപ്പണി വിട്ട് മാനസാന്തരപ്പെട്ടില്ല. തങ്ങളുടെ കൊലപാതകം, ക്ഷുദ്രം, ദുർനടപ്പ്, മോഷണം എന്നിവ വിട്ട് മാനസാന്തരപ്പെട്ടുമില്ല. ഇത്ര ന്യായവിധികൾ നടന്നിട്ടും അവർ മാനസാന്തരപ്പെടുന്നില്ല. ക്ഷുദ്രം എന്നുപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്കിൽ ഫർമാക്കീസ് എന്നാണ്. അതിൽ നിന്നാണ് ഫാർമസി എന്ന പേര് വന്നത്. ഡ്രഗ്സ് എന്നാണ്, അല്ലെങ്കിൽ ഡോപ്പ്, ഡ്രഗ്സ് പദം വന്നിരിക്കുന്നതെന്ന് പല പണ്ഡിതന്മാരും അഭിപ്രായപ്പെടുന്നു മൂലഭാഷയുള്ള ബന്ധത്തിൽ. ഇവിടെ പറഞ്ഞിരിക്കുന്ന പാപങ്ങളൊക്കെ ലോകത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പാപങ്ങളാണ്. ഇത്രത്തോളം ന്യായവിധികൾ വന്നിട്ടും അവർ മാനസാന്തരപ്പെടുന്നില്ല. ഒരുപാട് പുസ്തകത്തിൽ ആവർത്തിച്ച് എന്നിട്ടും അവർ തങ്ങളുടെ ദുർമാർഗം വിട്ട് തിരിഞ്ഞില്ല എന്ന് കാണുന്നു. ഈ ന്യായവിധികളൊക്കെ വന്നിട്ടും കണ്ടത് ദൈവത്തിന്റെ കരമാണെന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടും അതിനകത്ത് മാനസാന്തരപ്പെടാതിരിക്കുന്നതായിട്ട് ഫറവോനെ കുറിച്ച് വായിച്ചതുപോലെ പരിശുദ്ധാത്മാവ് ഇന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും മനുഷ്യന് ബോധം വരുത്തി മനുഷ്യനെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇന്ന് പ്രവർത്തിക്കുന്ന പോലെ അന്ന് പ്രവർത്തിക്കുന്നില്ല. ആത്മാവ് സഭയോടുകൂടെ സ്വർഗത്തിലേക്ക് എടുത്തുകൊള്ളപ്പെട്ടു. ദൈവാത്മാവിന്റെ പരിവർത്തനം ഉണ്ട് എങ്കിലും ഇന്ന് പ്രവർത്തിക്കുന്ന പോലെ അന്ന് പ്രവർത്തിക്കുന്നില്ല. അന്ന് ദൈവാത്മാവിനാൽ നിറയപ്പെട്ട ദൈവദാസന്മാർ പ്രസംഗിക്കുന്നുണ്ട് എങ്കിലും നോക്കുക, ഇന്ന് വിശ്വസിപ്പാൻ ആത്മാവ് പ്രേരിപ്പിക്കുന്ന പോലെ പ്രേരിപ്പിക്കാത്ത കൊണ്ടുകൂടെ ആയിരിക്കണം അവരുടെ മനസ്സുകൾ കഠിനപ്പെട്ട് അവർ വിശ്വസിക്കാതെ മാറിപ്പോകുന്നത്. എന്നാൽ ദൈവജനത്തിൽ അതുകൊണ്ടാണ് ഓർപ്പിക്കുന്നത്, ഇന്ന് രക്ഷിക്കപ്പെടാത്തവൻ അന്ന് രക്ഷിക്കപ്പെടുക ഇല്ല എന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ, അതായത് സുവിശേഷം കേട്ടിട്ടുള്ള ഒരുത്തനും അന്ന് രക്ഷിക്കപ്പെടുകയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം നമ്മൾ ഈ അധ്യായങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് ഓർക്കാൻ കഴിയും. അവസാനം 16-ാം അധ്യായത്തിൽ വായിച്ച പോലെ ഇന്ത്യയും ചൈനയും മറ്റും അടുക്കുന്നു. ഈ അടുത്ത സമയത്തും അവരടുക്കുന്ന കണ്ടു. അമേരിക്കയോടുള്ള വിദ്വേഷവും മറ്റും ഈ കിഴക്കൻ രാജ്യങ്ങളെ കൂടുതൽ അടുപ്പിക്കും. കാലം അതിൻ്റെ അന്ത്യത്തിലേക്ക് കുറച്ചുകൂടെ നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് തന്നെ നമ്മൾ പത്രവാർത്തകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഏതായാലും അവരവസാനം അർമഗദോൻ എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് അന്തിക്രിസ്തുവിനോട് യുദ്ധം ചെയ്യുവാൻ അവർ വന്നിരിക്കുമ്പോഴാണ് യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത മധ്യാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് വരുന്നത്. നമ്മളത് ഈ 19-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. 19-ാം അധ്യായത്തിലെ 11 തൊട്ട് വായിച്ചാൽ, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു, വെള്ളക്കുതിര പ്രത്യക്ഷപ്പെട്ടു. യേശുക്രിസ്തു വെള്ളക്കുതിരപ്പുറത്ത് വരികയാണ്. യേശുക്രിസ്തു വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ കിഴക്കൻ രാജ്യങ്ങൾ അർമഗദോനിൽ വന്നു ചേർന്ന് കഴിഞ്ഞു. അർമഗദോൻ ഞാൻ ഓർപ്പിച്ചു, യെരുശലേമിന്റെ വടക്ക് 40 മൈൽ അപ്പുറത്തുള്ളൊരു സ്ഥലമാണ്. അവിടെ വന്നു കഴിഞ്ഞു. ഏകദേശം 20 കോടി ജനസംഖ്യ അവിടെ വന്നു കഴിഞ്ഞു. കിഴക്കുള്ള രാജാക്കന്മാർ, അന്തിക്രിസ്തുവിന്റെ സൈന്യം അവിടെ വന്നു കഴിഞ്ഞു. ഈ വലിയ 2 സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന ക്ലൈമാക്സ്, അർമഗദോന്റെ ഏറ്റവും അവസാന ഘട്ടത്തിൽ ഈ യുദ്ധം 1/3 ആളുകളെ അവർ കൊന്നു കഴിഞ്ഞു ഓൾറെഡി. ഇനി ശേഷിക്കുന്നവർ, കുറച്ചുകൂടെ യുദ്ധം നീണ്ടുപോയാൽ ഭൂമിയിൽ ഒരുത്തനും മനുഷ്യനായി ശേഷിക്കില്ല. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു വരികയാണ് യുദ്ധങ്ങൾക്ക് അറുതി വരുത്തുവാൻ. എന്നാൽ കർത്താവ് സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നത് കാണുമ്പോൾ അതിന്റെ 19-ാം വാക്യം നോക്കി. വെളിപാട് ദിവസം 19:19, കുതിരപ്പുറത്തിരിക്കുന്നതിനോടും അവന്റെ സൈന്യത്തോടും യുദ്ധം ചെയ്യുവാൻ മൃഗവും ഭൂരാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും ഒന്നിച്ച് വന്നുകൂടിയത് ഞാൻ കണ്ടു. എന്തൊരു സാഹചര്യമാണെന്ന് നോക്കിയേ. യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ ആ മൂർധന്യാവസ്ഥയിൽ യോഹന്നാന് കാണുവാനിടയായി കിഴക്കൻ രാജ്യങ്ങളും അന്തിക്രിസ്തുവിന്റെ സൈന്യങ്ങളും കൂടെ ഒന്നിച്ച് യുദ്ധം ചെയ്യുവാൻ കൂടി നിൽക്കുകയാണ്. അവരെന്ത് ചെയ്യും?
പുറത്തിരിക്കുന്നതിനോട് യുദ്ധം ചെയ്യുവാൻ. വാസ്തവത്തിൽ ഇവർ യുദ്ധം ചെയ്യുവാൻ വന്നത് പരസ്പരം യുദ്ധം ചെയ്യുവാനാണ്. നമ്മളത് ദാനിയേൽ 11:40 തൊട്ടുള്ള വാക്യത്തിൽ നമുക്കതിന്റെ വെളിപ്പാട് കിട്ടുന്നുണ്ട്. ഇവർ അന്യോന്യം യുദ്ധം ചെയ്യുവാനാ. പക്ഷെങ്കിൽ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അവൻ വെള്ളക്കുതിരപ്പുറത്ത്, അവന്റെ പുറകിലും വലിയ സൈന്യമുണ്ട്. സ്വർഗത്തിലെ സകല ദൂതന്മാരും സകല വിശുദ്ധന്മാരും അവനെ അനുഗമിച്ചു കൊണ്ട് വരുമ്പോൾ ഇവരുടെ തോക്കുകളും മറ്റും അവർ അവന്റെ നേരെ തിരിക്കുകയാണ്. 11-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം നോക്കി. 11:18 ഇത് തന്നെയാണ് അവിടെ പറയുന്നത്. ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. The nations were enraged and thy wrath has come. Nations were enraged. വെളിപ്പാട് 11:18. രാഷ്ട്രങ്ങൾ കോപിച്ചു, നിന്റെ കോപവും വന്നു. നോക്കുക, രാഷ്ട്രങ്ങൾ കോപിച്ച് അന്യോന്യം യുദ്ധത്തിന് വരികയാണ്. യേശുക്രിസ്തുവും ആ സൈന്യവുമായിട്ട് അവനും മടങ്ങി വരികയാണ്. പരസ്പരം യുദ്ധം ചെയ്യേണ്ട ഈ രാഷ്ട്രങ്ങൾ അവർ അന്യോന്യം യുദ്ധം ചെയ്യാതെ അവരുടെ തോക്കുകളും അവരുടെ ആയുധങ്ങളും കർത്താവിനെതിരായിട്ട് തിരിക്കുകയാണ്. കർത്താവ് എന്താ ചെയ്യുന്നത്? 20-ാം വാക്യം തുടങ്ങി വായിച്ചാൽ, 19:20 വായിച്ചാൽ, മൃഗത്തെയും അതിന് മുമ്പാകെ താൻ ചെയ്ത അടയാളങ്ങളാൽ മനുഷ്യരെ ചതിച്ച മൃഗത്തിന് മുതൽ ഏൽപ്പിക്കുകയും അതിന് പ്രതിമയെ നമസ്കരിക്കുകയും ചെയ്ത കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകം കത്തുന്ന തീപ്പൊയ്യിൽ ജീവനോടെ തള്ളിക്കളയും. ശേഷിച്ചവരെ കുതിരപ്പുറത്തിരിക്കുന്നവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വാൾ കൊണ്ട് കൊന്ന് അവരുടെ മാംസം തിന്ന് സകല പക്ഷികൾക്കും തൃപ്തി വരും. യെസ്, ഹർമഗദോന്റെ ക്ലൈമാക്സ് ആണ്. സകല പക്ഷികളെയും വിളിക്കുകയാണ് ഈ ഇവരുടെ മാംസം തിന്നുവാൻ വരുവാനായിട്ട് ആഹ്വാനം ചെയ്യുന്നത് നാം വായിക്കുന്നുണ്ട്. ഭയങ്കരമായ മനുഷ്യക്കുരുതി നടക്കുന്ന ഒരു സ്ഥലമായിരിക്കും അവിടെ. നമ്മളത് വെളിപാട് 14:17 തൊട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. 20-ാം വാക്യം, ചക്ക് നഗരത്തിന് പുറത്തു വെച്ച് മരിച്ചു. ചക്കിൽ നിന്ന് രക്തം കുതിരയുടെ കടിവാളോളം പൊങ്ങി 200 നാഴിക ദൂരത്തോളം ഒഴുകി. 200 miles. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ രക്തം ഏകദേശം 200 മൈൽ ഒഴുകുകയാണ്. നമുക്കപ്പോൾ ചിന്തിക്കാം, ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്ര ഭീകരമായ, പ്രിയപ്പെട്ട ദൈവമക്കൾ പ്രത്യേകം ഓർക്കുക, ഈ വചനങ്ങൾ 2000 വർഷം മുമ്പ് രേഖപ്പെടുത്തിയ വചനങ്ങളാണെങ്കിലും ഇന്നത് നിവർത്തിക്കപ്പെടുവാൻ തക്കവണ്ണം എല്ലാ കാര്യങ്ങളും ഒരുങ്ങിയിരിക്കുന്നു. കിഴക്കൻ രാജ്യങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. കിഴക്കൻ രാജ്യങ്ങൾ ഒന്നിച്ചു വരുന്നൊരു കാലഘട്ടം. അമേരിക്കയും മറ്റും ക്ഷീണിക്കുമ്പോൾ കിഴക്ക് ഇന്നത്തെ വാർത്തകളിൽ മുൻപന്തിയിൽ നിൽക്കുന്നു. ചൈന, ഇന്ത്യ മുതലായ രാജ്യങ്ങൾ വളരെ പ്രബലപ്പെട്ടും ലോകത്തിൽ എന്തെല്ലാം ഒച്ചപ്പാടുണ്ടായിട്ടും പാകിസ്ഥാൻ, കൊറിയ, ഇന്ത്യ, ചൈന മുതലായ രാജ്യങ്ങൾ ന്യൂക്ലിയർ വെപ്പൺ രാഷ്ട്രങ്ങളായി മാറിക്കൊണ്ടു. ആ രാഷ്ട്രങ്ങൾ ഒരുങ്ങുകയും, വളരെ പ്രധാനമായിട്ട് നമ്മൾ ഓർത്ത പോലെ ഇവിടെ നിന്ന് ദൈവത്തിന്റെ വചനത്തിൽ 200 മില്യൺ 20 കോടി ജനസംഖ്യ മാർച്ച് ചെയ്തു വരുമെന്ന് പറയുമ്പോൾ ചൈനയ്ക്ക് മാത്രം അത്രത്തോളം ജനത്തെ ഫീൽഡ് ചെയ്യുവാനായിട്ട് കഴിയുമെന്നുള്ളത് അവര് വീമ്പിളക്കിയപ്പോൾ ഇതൊരു രാജ്യമല്ല, രാജാക്കന്മാരാണ്. പല രാജ്യങ്ങൾ ചേർന്ന് വരികയാണ്. ഇന്ന് കിഴക്കുള്ള രാജ്യങ്ങൾ ജനസംഖ്യയിലും വർധനവ് സംഭവിച്ചിരിക്കുമ്പോൾ വചനം വീണ്ടും സത്യമെന്നുള്ളത് തെളിയിക്കുകയും അന്ത്യത്തിന്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങുകയും ചെയ്തിരിക്കുകയാൽ നമുക്ക് കൂടുതൽ കർത്താവിനോട് അടുക്കുകയും ഈ വരുന്ന ദുരന്തത്തിൽ നിന്ന് കുറെ പേരെ കൂടെ നമ്മുടെ ജീവിതം കൊണ്ട് ഭയത്തോടും കൂടെ ജീവിക്കാം. അന്നത്തെ കാലത്ത് വരുന്ന വിപത്തുകൾ നമ്മൾ ഓർത്തു. ആ പാതാളത്തിൽ നിന്ന് വരുന്ന വെട്ടുകിളികൾ മനുഷ്യനെ ഉപദ്രവിക്കുമ്പോഴുള്ള വേദനയും പ്രയാസവും, മരിക്കുവാൻ പോലും കൊതിക്കുന്ന ഒരു കാലഘട്ടം. എന്നാൽ നാം കർത്താവിന്റെ സന്നിധിയിൽ സുരക്ഷിതരായിരിക്കുമ്പോൾ ഈ ലോകത്തിൽ കൈവിടപ്പെടുന്നവർക്ക് വരുന്ന ദുരന്തങ്ങളെക്കുറിച്ചും ഓർത്ത് നമുക്ക് പ്രവർത്തിക്കാം, സുവിശേഷം പ്രചരിപ്പിക്കാം, അവന് വേണ്ടി ജീവിക്കാം. അവന്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.